മുതലപ്പുഴ ഹാർബറിൽ ഡ്രഡ്ജിംഗിലൂടെ നീക്കം ചെയ്യുന്ന മണൽ ദേശീയപാതയ്ക്ക് വിൽക്കാൻ സർക്കാരിന്റെ ഉത്തരവ്. കടമ്പാട്ടുകുളം മുതൽ കഴക്കൂട്ടം ഫ്ലൈഓവർ വരെയുള്ള 6 വരിപ്പാതയുടെ നിർമ്മാണത്തിനാണ് മണൽ വിൽക്കുന്നത്. ഡ്രഡ്ജ് ചെയ്തെടുക്കുന്ന മണൽ തീരശോഷണം പരിഹരിക്കാൻ ഉപയോഗിക്കുമെന്ന തീരുമാനം മറികടന്നാണ് സർക്കാരിന്റെ നീക്കം. അപകടം പതിവായ മുതലപ്പുഴ ഹാർബറിന്റെ പ്രവേശന കവാടത്തിൽ ബോട്ടുകൾ സുഗമമായി സഞ്ചരിക്കാനാണ് മണൽ നീക്കം ചെയ്യുന്നത്. ഇങ്ങനെ നീക്കുന്ന മണൽ പെരുമാന്തുറ താഴമ്പള്ളി ഭാഗത്ത് കൂന കൂട്ടിയിട്ടിരുന്നു. പുലിമുട്ട നിർമ്മിക്കുമ്പോഴുണ്ടാകുന്ന തീരശോഷണം ഈ മണൽ ഉപയോഗിച്ച് പരിഹരിക്കാനായിരുന്നു ആദ്യത്തെ തീരുമാനം. അന്ന് CPIM ഭരിച്ചിരുന്ന അഞ്ചുതെങ്ങ് പഞ്ചായത്ത് പ്രമേയവും പാസാക്കിയിരുന്നു. ഇത് മറികടന്നാണ് ദേശീയപാത നിർമ്മാണത്തിന് മണൽ വിൽക്കാനുള്ള നീക്കം. അഞ്ചുതെങ്ങ് പോലൊരു തീരദേശ മേഖല ഇന്ന് വളരെയേറെ തീരശോഷണം നേരിടുന്ന ഈ ഘട്ടത്തിൽ ഇത്തരത്തിൽ ഇവിടെ നിന്ന് ലഭ്യമാകുന്ന മണൽ അത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചത് അത് മത്സ്യത്തൊഴിലാളികളോടുള്ള കടുത്ത വെല്ലുവിളിയായിട്ടാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ ഈ അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന പ്രദേശത്തെ ജനങ്ങളെ കുരുതി കൊടുക്കുന്ന ഒരു നിലപാടിലേക്കാണ് സർക്കാർ പോയിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ നിരക്കനുസരിച്ച് ഒരു ക്യൂബിക് മീറ്റർ മണ്ണിന് 1389.83 രൂപയാണ് ഈടാക്കുക. ഇതിനു പുറമെ റോയൽറ്റിയും GSTയും ഉണ്ടാകും. ദേശീയപാത അതോറിറ്റി മണൽ കൊണ്ടുപോയില്ലെങ്കിൽ മറ്റ് ഏജൻസികൾക്ക് വിൽക്കാമെന്നും ഉത്തരവിലുണ്ട്. ഇത് ക്രമക്കേടുകൾക്ക് വഴിയൊരുക്കുമെന്നും മുതലപ്പുഴക്കാർ സംശയിക്കുന്നു. ഉറപ്പുവരുത്താൻ മണൽ നീക്കം കാര്യക്ഷമമാക്കുന്നത് പോലും മുതലപ്പുഴയിൽ ഇതുവരെ നടപ്പായിട്ടില്ല. അതിനിടയിലാണ് ഉള്ള മണൽ പോലും മറച്ചു വിൽക്കാനുള്ള സർക്കാർ നീക്കം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.